ലൈഫ് മിഷൻ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തൃശൂർ ജില്ല 3-ാം സ്ഥാനത്ത്. ആദ്യഘട്ടത്തിൽ 2578 വീടുകൾ പൂർത്തീകരിച്ചു. എസൻപുരത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട വീട്ടമ്മമാർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കുടിവെള്ളം എത്തിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന വീട്ടമ്മമാർ. പൂവൻചിറ കാരക്കുഴിയിൽ വെള്ളക്കെട്ട് തീർക്കാൻ നിർമ്മിച്ച പാലം നോക്കുകുത്തിയായി. പാലത്തിനോടനുബന്ധിച്ചുള്ള റോഡ് നിർമ്മിക്കാത്തതാണ് യാത്രക്കാർക്ക് ദുരിതമായത്. തൃശൂർ നഗരത്തിലെ കാനകളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ നിലയിൽ കനത്ത മഴയിൽ തൃശൂർ നഗരത്തിലൂടെയുള്ള യാത്ര ദുരിതമാകുന്നു. കാണിപ്പയ്യൂരിൽ കഞ്ചാവ് പാക്കിംഗ് കേന്ദ്രത്തിൽ റെയ്ഡ്, 3 പേർ പിടിയിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ലൈഫ് മിഷൻ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തൃശൂർ ജില്ല 3-ാം സ്ഥാനത്ത്. ആദ്യഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലയിൽ 2578 ഭവനങ്ങൾ പൂർത്തീകരിച്ചു. സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫ് മിഷന്റെ 1-ാം ഘട്ടം പൂർത്തിയായപ്പോൾ തൃശൂർ ജില്ല 81.17% ഭവനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന തലത്തിൽ 3-ാമതെത്തിയത്. എറണാകുളം, ആലപ്പുഴ ജില്ലകളാണ് 1ഉം 2ഉം സ്ഥാനത്ത്. മുൻവർഷങ്ങളിൽ ഭവന നിർമ്മാണം ആരംഭിക്കുകയും എന്നാൽ വിവിധ കാരണങ്ങളാൽ പൂർത്തിയാക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്കാണ് ലൈഫ് മിഷൻ ആദ്യഘട്ടത്തിൽ ധനസഹായം നൽകിയത്. പൂർത്തിയാകാത്ത ഭവനങ്ങൾ പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട ലൈഫ് മിഷൻ 1-ാം ഘട്ടത്തിൽ 3176 ഭവനങ്ങളാണ് ജില്ലയിൽ പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. അതിൽ 2578 ഭവനങ്ങൾ ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചു. സാമ്പത്തിക പ്രതിസന്ധി മൂലം ഭവന നിർമ്മാണം തുടരാൻ സാധിക്കാത്ത ഗുണഭോക്താക്കൾക്കായി പഴയ നിരക്കിലുള്ള വിവിധ യൂണിറ്റ് കോസ്റ്റുകളെല്ലാം 3 ലക്ഷം രൂപയായി ഉയർത്തി ഏകീകരിച്ച് ഈയിടെ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. സംസ്ഥാനത്താകമാനം 56,071 ഭവനങ്ങൾ 1-ാം ഘട്ടത്തിൽ പൂർത്തീകരിക്കാനുള്ളവയിൽ 40,448 ഭവനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ജില്ലയിലെ 46 ഗ്രാമപഞ്ചായത്തുകളിൽ 100% ഭവനങ്ങൾ പൂർത്തീകരിച്ചു. 2 ബ്ലോക്ക് പഞ്ചായത്തുകളും 1 മുനിസിപ്പാലിറ്റിയും പിന്നോക്ക ക്ഷേമ വകുപ്പും ഫിഷറീസ് വകുപ്പും 100% നേട്ടം കൈവരിച്ചവയിൽ ഉൾപ്പെടുന്നു. ലൈഫ് മിഷൻ പദ്ധതിയുടെ 2-ാം ഘട്ടമായി ഭൂമിയുള്ള ഭവനരഹിതർക്ക് ഭവനം നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഭൂമിയുള്ളവർക്ക് പുതിയ ഭവനം നൽകുന്ന ഈ ഘട്ടത്തിൽ ഗുണഭോക്താവിന് 4 ലക്ഷം രൂപയാണ് ലഭ്യമാവുക. ഇതിനു പുറമെ തൊഴിലുറപ്പ് പദ്ധതിയുടെ സേവനങ്ങളും സൗജന്യമായി ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകും. ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ പുതിയ ഭവനങ്ങൾക്കായി 10,096 ഗുണഭോക്താക്കളെയും നഗരപ്രദേശങ്ങളിൽ 1,137 ഗുണഭോക്താക്കളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ലൈഫ് മിഷൻ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വകയിരുത്തിയ ഫണ്ട് അപര്യാപ്തമാണെങ്കിൽ ഹഡ്കോയിൽ നിന്നും വായ്പയെടുത്ത് തുക ലഭ്യമാക്കുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ജില്ലാ കളക്ടർ TV അനുപമ, ലൈഫ് മിഷൻ കൺവീനർ MK ഉഷ, ജില്ലാ കോർഡിനേറ്റർ ലിൻസ് ഡേവിസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. എസൻപുരം പഞ്ചായത്തിന്റെ തീരമേഖലയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം. പരിഹാരം തേടി വീട്ടമ്മമാർ വാട്ടർ അതോറിറ്റി മതിലകം സെക്ഷൻ ഓഫീസ് ഉപരോധിച്ചു. വെള്ളം ഉണ്ടായിട്ട് 3-4 മാസമായിട്ടുണ്ട്. ഞങ്ങൾക്ക് വെള്ളം കിട്ടണം, ഞങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ. ഉപ്പ് വെള്ളമില്ലാതെ ഒരു ശുദ്ധജലം പഞ്ചായത്തിൽ വിട്ടുന്നറിഞ്ഞില്ല, കിട്ടുന്നില്ല. രാവിലെ 11ഓടെയാണ് എസൻപുരം പഞ്ചായത്ത് അംഗങ്ങളായ ഷിംജി അജിതൻ, ഷൈബി ദിനകരൻ, വിനയൻ പഴൂപ്പറമ്പിൽ, അജിത സജീവൻ, ലക്ഷ്മി മഞ്ജുലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ 200ഓളം വീട്ടമ്മമാർ കുടങ്ങൾ കയ്യിലേന്തി വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിലെത്തിയത്. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ഗേറ്റിന് മുൻപിൽ നിലയുറപ്പിച്ചതോടെ വീട്ടമ്മമാർ കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നു. മാസങ്ങളായി പ്രദേശത്ത് കുടിവെള്ളക്ഷാമമുണ്ടെങ്കിലും 2 ആഴ്ചയായി കടുത്ത ക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. നിരവധി തവണ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും MLA, പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് സമരക്കാർ പറയുന്നു. 2 ലക്ഷം രൂപയോളം പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിക്ക് വെള്ളക്കരം നൽകുന്നുണ്ടെങ്കിലും ഒരു പൊതു പൈപ്പിൽ പോലും ശുദ്ധജലം എത്തുന്നില്ലെന്ന് പഞ്ചായത്ത് അംഗം വിനയൻ പഴൂപ്പറമ്പിൽ പറഞ്ഞു. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും പ്രദേശത്ത് ശുദ്ധജലം എത്തിക്കാനുള്ള സംവിധാനം അധികൃതർ ഉണ്ടാക്കണമെന്നും അല്ലാത്തപക്ഷം റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. തൊട്ടപ്പുറത്ത് ഉപ്പ് കയറിയ പ്രദേശമായ ഇടവലങ്ങും എറിയാടൊക്കെ നല്ലോണം വെള്ളം കിട്ടുന്നുണ്ട്. ഒരു കാലത്ത് ഈ എറിയാട് ഇടവലങ്ങൊന്നും വെള്ളമില്ലാണ്ടായിട്ട് ഇപ്പോൾ എസംപുരം മേഖലയിൽ നിന്നാണ് നമ്മൾ വെള്ളം വിട്ടുകൊടുത്തിരുന്നത്. ഇപ്പോൾ അത് തരാൻ അവർ തയ്യാറാവുള്ള. നമുക്കിപ്പോൾ തീരെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്. അധികാരികൾ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചെങ്കിലും ആഴ്ചയിൽ 2 ദിവസം ഞങ്ങൾക്ക് വെള്ളം തരാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. ഭക്ഷണം പാചകം ചെയ്യാനായിട്ടുള്ള ഇതുവരെയൊക്കെ ഒരുവിധം പരിധിവരെ പിടിച്ചു നിന്ന് ഇനി നിവൃത്തിയില്ലാണ്ടായപ്പോഴാണ് നമ്മൾ ഈ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഉയർന്ന ഉദ്യോഗസ്ഥരെത്തി ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടതിനു ശേഷം ടാങ്കറിൽ കുടിവെള്ളം എത്തിച്ചു നൽകാമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. TCV, കയ്പമംഗലം.
വെള്ളക്കെട്ട് തീർക്കാൻ നിർമ്മിച്ച പാലം നോക്കുകുത്തിയായി. ഉണ്ടായിരുന്ന വഴിയടഞ്ഞ് പൂവൻചിറ കാരക്കുഴി നിവാസികളുടെ യാത്ര ദുരിതത്തിൽ. പാണഞ്ചേരി പഞ്ചായത്തിൽ 5-ാം വാർഡിലെ കാരക്കുഴി കനാൽ പാലത്തിന് സമാന്തരമായുള്ള പഴയ റോഡിൽ നിർമ്മിച്ച പുതിയ പാലമാണ് നാട്ടുകാരുടെ വഴി മുടക്കിയിരിക്കുന്നത്. പാലത്തിനൊപ്പം ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന റോഡ് മണ്ണിട്ടുയർത്തി ഇരുവശവും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാലേ ഈ പാലം കൊണ്ട് പ്രയോജനമുണ്ടാകൂ. എന്നാൽ പാലം മാത്രം നിർമ്മിച്ച റോഡ് നിർമ്മാണത്തിന് ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് തുടർ നിർമ്മാണം അവസാനിപ്പിക്കുകയായിരുന്നു. പഴയ റോഡിന് നടുവിൽ പാലം ഒരു വഴിമുടക്കിയായി നിൽക്കുകയാണ് ഇപ്പോൾ. ഇരുഭാഗത്തേക്കും പോകാനായി പാലത്തിന്റെ അരികിലായി ഉണ്ടാക്കിയ മണ്ണ് റോഡ് മഴക്കാലം തുടങ്ങിയതോടെ ചെളിക്കുണ്ടായി മാറിക്കഴിഞ്ഞു. ഓട്ടോറിക്ഷകൾ പോലും ഈ വഴി ഓടാൻ സമ്മതിക്കാത്ത സ്ഥിതിയാണ്. ഈ റോഡ് ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇത് വണ്ടി വരാൻ ഭയങ്കര പുതിയ ഓട്ടോറിക്ഷ വരുന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾക്ക്. എന്നാലും ഞങ്ങൾക്ക് റോഡ് നേരെയാക്കി തരിക, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ റോഡാക്കി തരിക. ഈ റോഡ് ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഇവരിങ്ങനെ ആക്കിയിട്ടുണ്ട്, അതേപോലെ നല്ല രീതിയിലാക്കി തരികയാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ സാധാരണ ഗതിയിലാക്കി തരിക. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ കിടന്നാൽ അതേപോലെ ഇതിങ്ങനെ കണ്ടമാനാക്കിയിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ശരിയാവുക? അവിടേക്കൊക്കെ പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റാണ്ടുള്ള ബുദ്ധിമുട്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. പഞ്ചായത്തുകാർ ഇപ്പോൾ അതിൻ്റെ ബഡ്ജറ്റിലുള്ള ബഡ്ജറ്റിന് ഞങ്ങളിത് ശരിയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ബഡ്ജറ്റ് ഏത് കാലത്ത് ശരിയാവും, എപ്പോൾ ശരിയാക്കും, ഇതിന് 14 അംഗ കമ്മിറ്റി ഉണ്ടെന്നൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല. മഴക്കാലത്ത് വെള്ളം മുങ്ങുന്ന റോഡ് മണ്ണിട്ടുയർത്തി പാലം നിർമ്മിച്ച് സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തുന്നതിനായി തുടങ്ങിയ നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിൽ അവസാനിച്ചതോടെ നാട്ടുകാർക്ക് മുൻപുണ്ടായിരുന്ന യാത്രാ സൗകര്യവും ഇല്ലാതായി. ഈ പാലം ഇപ്പോൾ റോഡിൻ്റെ നടുക്കൊരു സ്മാരകം പോലെ നിന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ സ്കൂൾ വിട്ട് കുട്ടികൾക്ക് വരെ ഒന്നും നടന്നു പോകാൻ വരെ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു അവസ്ഥ, ഒന്നല്ലെങ്കിൽ ഒരു 2 ലോഡ് കോറി വേസ്റ്റെങ്കിലും അടിച്ചിട്ട് നടക്കാനുള്ള ഒരു അവസ്ഥയെങ്കിലും ആക്കി തരാനുള്ളൊരു പഞ്ചായത്തിന് ഭാഗത്തുണ്ടാവണമെന്ന് ഞങ്ങൾ. കാരക്കുഴി നിവാസികൾക്ക് സ്കൂൾ, ആശുപത്രി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പോകാനുള്ള വഴിയാണ് ഇതോടെ അടഞ്ഞത്. പാണഞ്ചേരി പഞ്ചായത്ത് അധികൃതരെ പ്രശ്നപരിഹാരത്തിനായി പലതവണ നാട്ടുകാർ സമീപിച്ചെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് ഒഴിയുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. TCV തൃശൂർ. കനത്ത മഴയിൽ തൃശൂർ നഗരത്തിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാകുന്നു. നഗരത്തിലെ കാനകൾ വൃത്തിയാക്കാത്തതിനാൽ സ്വരാജ് റൗണ്ട് അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് യാത്രാ ദുരിതത്തിന് കാരണം. സ്വരാജ് റൗണ്ടിലെ കാനകളിലൂടെ ജലം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇല്ലാത്തതുമൂലം തേക്കിൻകാട് മൈതാനിയിൽ നിന്നുള്ള മഴവെള്ളം മുഴുവൻ റോഡിലേക്കാണ് ഒഴുകിയിറങ്ങുന്നത്. ഇതുമൂലം മഴ പെയ്താൽ സ്വരാജ് റൗണ്ടിൽ, പ്രത്യേകിച്ച് ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ബന്ധപ്പെട്ടവർ ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് വാഹനയാത്രികരുടെ ആക്ഷേപം. കാനകളിൽ മണ്ണ് നിറഞ്ഞ് ജലമൊഴുക്ക് തടസ്സപ്പെട്ടിട്ടും അത് നീക്കി വെള്ളക്കെട്ടൊഴിവാക്കാനുള്ള യാതൊരു നടപടിയും കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം തെക്കേ ഗോപുരനടയ്ക്ക് സമീപം റോഡിലേക്ക് കടപുഴകി വീണ മരം മുറിച്ചിട്ടിരിക്കുന്നതും ജലം ഒഴുകിപ്പോകേണ്ട കാനയിൽ തന്നെയാണ്. ഇത് മാറ്റാനും കോർപ്പറേഷൻ അധികൃതർ തയ്യാറായിട്ടില്ല. തേക്കിൻകാട് മൈതാനിയിലേക്ക് വാഹനങ്ങൾ കടത്താനായി നിർമ്മിച്ച കാനകളിലെ മണ്ണ് നീക്കാത്തതുമൂലം ശക്തമായ മഴയിൽ മൈതാനത്തുനിന്ന് കുത്തിയൊലിച്ചെത്തുന്ന മഴവെള്ളവും റോഡിലേക്കാണ് എത്തുന്നത്. നഗരത്തിലെ മറ്റ് സ്ഥലങ്ങളിലും കാനകളിൽ നിന്നുള്ള വെള്ളം റോഡിലേക്കാണ് ഒഴുകിയിറങ്ങുന്നത്. മഴ കനത്താൽ സ്ഥിതി രൂക്ഷമാകുമെന്നതിനാൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നഗരവാസികളുടെ ആവശ്യം. TCV തൃശൂർ. കാണിപ്പയ്യൂരിൽ 3 കിലോ കഞ്ചാവുമായി 3 പേരെ കുന്നംകുളം പോലീസ് പിടികൂടി. ചൂണ്ടാൽ സ്വദേശി രഞ്ജിത്ത്, ചൊവ്വലൂർ പടി സ്വദേശി അഫ്സൽ, മുല്ലശ്ശേരി സ്വദേശി വിപിൻ എന്നിവരാണ് പിടിയിലായത്. പഴയ തൃശൂർ റോഡിലെ 2 നില വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കഞ്ചാവ് പാക്കിംഗ് കേന്ദ്രമാണ് പോലീസ് കണ്ടെത്തിയത്. 15 വർഷമായി സ്ഥലം വാടകയ്ക്കെടുത്താണ് സംഘം പ്രവർത്തിച്ചിരുന്നത്. വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും വിതരണം ചെയ്യുന്നതിനായാണ് ഇവിടെ നിന്നും ചെറുപൊതികൾ പാക്ക് ചെയ്തിരുന്നത്. കുന്നംകുളം CI KG സുരേഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത്. തൃശൂർ നഗരത്തിൽ 2 വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 പേർക്ക് പരിക്കേറ്റു. അക്വാട്ടിക് കോംപ്ലക്സിന് സമീപം ഓട്ടോയിൽ സ്കൂട്ടർ ഇടിച്ച് ഓട്ടോറിക്ഷ കാനയിലേക്ക് മറിഞ്ഞ് ഓട്ടോ യാത്രക്കാരായ 2 വിദ്യാർത്ഥിനികൾക്കും സ്കൂട്ടർ യാത്രക്കാരനും പരിക്കേറ്റു. ഇരിങ്ങാലക്കുട സ്വദേശി പാഴയാട്ടിൽ ലക്ഷ്മിപ്രിയ, ചാലക്കുടി പടയാട്ടിൽ റോസ്, സ്കൂട്ടർ യാത്രക്കാരനായ ചെമ്പൂക്കവ സ്വദേശി ശശീന്ദ്രൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 3 പേരെയും അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോ യാത്രക്കാരായ വിദ്യാർത്ഥിനികൾ ബാങ്ക് ടെസ്റ്റ് എഴുതാൻ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം. പുഴയ്ക്കൽ പാടത്ത് പിക്കപ്പ് വാൻ ഇടിച്ച് ബൈക്ക് യാത്രക്കാരനും പരിക്കേറ്റു. കുട്ടൻകുളങ്ങര സ്വദേശി ദീപ നിവാസിൽ അനിൽ കുമാറിനാണ് പരിക്കേറ്റത്. ഇടവേള. വാർത്തകൾ തുടരുന്നു.
യുവനടിയെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നടനും കേസിലെ പ്രതിയുമായ ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസിന്റെ അന്വേഷണം പക്ഷപാതപരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് ദിലീപിന്റെ നീക്കം. ദിലീപിന്റെ അമ്മയും നേരത്തെ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 2017 ഫെബ്രുവരി 17 തൃശൂർ സ്വദേശിനിയായ നടിയെ തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ ദിലീപാണെന്നാണ് പ്രോസിക്യൂഷന്റെ ആരോപണം. EMS സ്മൃതിക്ക് തൃശൂരിൽ തുടക്കമായി. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ K രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. നിയുക്ത രാജ്യസഭാ MP ബിനോയ് വിശ്വം, UP ജോസഫ്, മേയർ അജിത ജയരാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ദേവസ്വം പ്രസിഡന്റുമാരായ ഡോക്ടർ MK സുദർശൻ, അഡ്വക്കേറ്റ് KB മോഹൻദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. TR ചന്ദ്രദത്ത് അനുസ്മരണവും ഇതോടൊപ്പം നടന്നു. മാടക്കത്തറയിൽ വീട് കുത്തിത്തുറന്ന് 20 പവൻ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി. മണ്ണുത്തി പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. തട്ടിൽപ്പടിക്കൽ ലോറൻസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വാതിൽ കുത്തിത്തുറന്ന് അകത്ത് കടന്ന മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. റംസാൻ മുബാറക്. റംസാൻ ആഘോഷങ്ങൾക്ക് കൂടുതൽ ആഹ്ലാദം പകർന്ന് പ്രതീക്ഷയാർന്ന ഒരു പിടി നല്ല ചിത്രങ്ങളാണ് ഇത്തവണ റംസാൻ റിലീസായി പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഷാജി പാടൂർ സംവിധാനം ചെയ്യുന്ന അബ്രഹാമിന്റെ സന്തതികൾ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രം ഗ്രേറ്റ് ഫാദർ ഒരുക്കിയ ഹനീഫ് അദീനിയാണ് അബ്രാഹിമിന്റെ സന്തതികൾ തിരക്കഥയൊരുക്കുന്നത്. ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ ട്രെയിലറും ടീസറുമെല്ലാം ഹിറ്റായി മാറിക്കഴിഞ്ഞു. പതിവ് പോലെ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്ക് തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. നവാഗതനായ അജോയ് വർമ്മ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം നീരാളിയാണ് റംസാന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചിത്രം. ആദ്യകാല നായികയായ നദിയ മൊയ്തു വീണ്ടും മോഹൻലാലിന്റെ നായികയായി എത്തുന്ന നീരാളി മോഹൻലാൽ ആരാധകരെ തൃപ്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹിറ്റ് കൂട്ടുകെട്ടായ രഞ്ജിത്ത് ശങ്കർ ജയസൂര്യ കൂട്ടുകെട്ടിൽ പിറന്ന ഞാൻ മേരിക്കുട്ടി എന്ന ചിത്രമാണ് റംസാൻ എത്തുന്ന മറ്റൊരു ചിത്രം. ജയസൂര്യ സ്ത്രീവേഷത്തിലെത്തുന്ന ചിത്രം സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. ആൺകുട്ടിയായി ജനിച്ച് പെൺകുട്ടിയുടെ മനസ്സുമായി ജീവിച്ച് അവസാനം ശരീരം കൊണ്ടും സ്ത്രീയായി മാറുന്ന മേരിക്കുട്ടിയുടെ കഥ പറയുന്ന ചിത്രമാണ് ഞാൻ മേരിക്കുട്ടി. ജയസൂര്യയുടെ ജീവിതത്തിലെ വെല്ലുവിളിയാർന്ന കഥാപാത്രമായിരിക്കും ചിത്രത്തിലേത്. ഭാവപകർച്ചുകൊണ്ട് ചിത്രം ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. പൃഥ്വിരാജും പാർവതിയും നായികനായകന്മാരാകുന്ന മൈ സ്റ്റോറിയാണ് റംസാൻ റിലീസ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചിത്രം. റോഷ്നി ദിനകറാണ് മൈ സ്റ്റോറി ഒരുക്കുന്നത്. സംവിധാനം കൂടാതെ ചിത്രം നിർമ്മിക്കുകയും ചെയ്ത് പൂർണ്ണമായും ചിത്രം തന്റേതാക്കി മാറ്റുകയാണ് സംവിധാന രംഗത്തെ പുത്തൻ പ്രതീക്ഷയായ ഈ വനിതാ രത്നം. ഏറെ നേരത്തെ ഇറങ്ങിയ രജനികാന്തിന്റെ കാലയും ജുറാസിക് വേൾഡുമെല്ലാം റംസാൻ പ്രേക്ഷകരെയും കാത്ത് ഇപ്പോഴും തിയേറ്ററുകളിലുണ്ട്. കൾച്ചറൽ ഡെസ്ക് TCV. റംസാൻ വിപണിയിൽ സാനിറ്ററി, ഗൃഹോപകരണ, ഇലക്ട്രോണിക്സ് രംഗത്ത് ഉപഭോക്താക്കളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഒരു മാസം നീണ്ട ആത്മവിശുദ്ധിയുടെ നോമ്പാചരണത്തിന് പരിസമാപ്തി കുറിക്കുന്ന ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ വിപണി ഒരുങ്ങിക്കഴിഞ്ഞു. റംസാനോടനുബന്ധിച്ച് ഗൃഹോപകരണ രംഗവും ഇലക്ട്രോണിക്സ്, സാനിറ്ററി രംഗവുമെല്ലാം സജീവമായി. നിരവധി ഓഫറുകളും സമ്മാന പദ്ധതികളുമാണ് വൻകിട വ്യാപാരികൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ ഈ റംസാൻ കാലത്തും ഏറെ തിരക്കുണ്ട്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, മിക്സി, മൈക്രോവേവ് ഓവൻ, DVD തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നത്. വിദേശ നിർമ്മിത ഗൃഹോപകരണങ്ങൾ മുതൽ ഇന്ത്യൻ നിർമ്മിത ഗൃഹോപകരണങ്ങൾ വരെ വിൽപ്പനയ്ക്കുണ്ട്. കൂടാതെ വീടുകൾ മനോഹരമാക്കുന്നതിനായി സാനിറ്ററീസ്, ഇലക്ട്രോണിക്സ് എന്നിവയുടെ കമനീയ ശേഖരവുമുണ്ട്. വർണ്ണപ്പൊലിമ വിടർത്തുന്ന വിവിധ ഫാൻസി ലൈറ്റുകളുടെയും വയറിംഗ്, സ്വിച്ചസ് ഐറ്റംസുകളുടെയും ഫാനുകളുടെയും കമനീയ ശേഖരവും ഷോറൂമുകളിൽ സജ്ജമാണ്. വീടുകളിൽ മോടി കൂട്ടാൻ വിവിധ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഫിറ്റിംഗ്സ് എന്നിവയുമെല്ലാം ഏറ്റവും മികച്ച ശേഖരവുമായാണ് റംസാൻ വിപണി ഒരുങ്ങിയിട്ടുള്ളത്. ഇനിയും ഷോറൂമുകളിൽ തിരക്ക് വർദ്ധിക്കുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. TCV തൃശൂർ. ജില്ലയിൽ ശക്തമായ മഴയിലും കാറ്റിലും 2 വീടുകൾ തകർന്നു. ചാവക്കാട് പൂക്കോട് പെരിങ്ങാടൻ മനോജിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. ചാലക്കുടി കുറ്റിച്ചിറയിൽ ഞാറ്റുവെട്ടി രാധയുടെ വീടിന് മുകളിൽ പ്ലാവ് വീണ് വീട് ഭാഗികമായി തകർന്നു. മഴ ശക്തിപ്പെട്ടതോടെ ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നു. പീച്ചി ഡാമിൽ 68.32 മീറ്ററും ചിമ്മിനി ഡാമിൽ 53.23 മീറ്ററും വാഴാനിയിൽ 50.41 മീറ്ററുമാണ് നിലവിലെ ജലനിരപ്പ്.
വഴക്കുംപാറയിൽ ഭീതി പരത്തി ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റിൽ മരം വീണ് ഒരു വീട് ഭാഗികമായി തകർന്നു. തറയിൽ പൊന്നുവിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. ചാലക്കുടിയിൽ കോഴി ഫാമിലെ ജോലിക്കിടെ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. തെക്കേ മാരാങ്കോട് തുപ്പറമ്പിൽ പൗലോസിന്റെ ഭാര്യ 65 വയസ്സുള്ള എൽസിയാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. ഫാം ഷെഡിലെ വയറിംഗിൽ നിന്നാണ് ഇവർക്ക് ഷോക്കേറ്റത്. ഭർത്താവ് പൗലോസ് വന്നു നോക്കുമ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഭാര്യയെയാണ് കണ്ടത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 200 കോടിയുടെ ഫിനോമിനൽ തട്ടിപ്പ് കേസിലെ 2 പ്രതികളുടെ ജാമ്യം ചാലക്കുടി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റദ്ദാക്കി. ഫിനോമിനൽ കമ്പനി ഡയറക്ടർ CT തോമസ്, മാനേജർ MS ഷംസീർ എന്നിവരുടെ ജാമ്യമാണ് റദ്ദാക്കിയത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മാർച്ചിലാണ് ചാലക്കുടി കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതായി ക്രൈംബ്രാഞ്ചിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് നടപടി. കമ്പനി MDയും കൊരട്ടി സ്വദേശിയുമായ റാഫേൽ അടക്കം 7 പേരാണ് കേസിലെ പ്രതികൾ. ചെർപ്പുളശ്ശേരിയിൽ വീട്ടമ്മയുടെ മാല കവർന്ന 2 യുവാക്കളെ ചെർപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ആറങ്ങോട്ടുകര എഴുമങ്ങാട് പള്ളി വീട്ടിൽ മുഹമ്മദ് ഷാഫി, പുലാമന്തോൾ സ്വദേശി രാജീവ് എന്നിവരാണ് അറസ്റ്റിലായത്. ചെർപ്പുളശ്ശേരി സ്വദേശിയായ വീട്ടമ്മയുടെ മാല പൊട്ടിച്ചെടുത്ത് ഇവർ ആറങ്ങോട്ടുകരയിലെ സ്വകാര്യ പണയ സ്ഥാപനത്തിൽ പണയം വയ്ക്കുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ചെർപ്പുളശ്ശേരി SIയുടെ നേതൃത്വത്തിൽ പിടിയിലായ പ്രതികളെ ആറങ്ങോട്ടുകരയിലുള്ള പണമിടപാട് സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി ചികിത്സാ ധനസഹായത്തിന് അർഹരായവർക്ക് ധനസഹായം നൽകുന്നതിനുള്ള ജില്ലാതല യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. കളക്ടർ TV അനുപമയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 159 പേർക്കും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 44 പേർക്കും ധനസഹായത്തിനായി ശുപാർശ ചെയ്തു. യോഗത്തിൽ ഡെപ്യൂട്ടി DMO K. ബിന്ദു തോമസ്, ഡോക്ടർ VR അച്യുത് കുമാർ, ജില്ലാ ലോട്ടറി ഓഫീസർ KS ഗോപി എന്നിവർ പങ്കെടുത്തു. ഇടവേള. ഇനി കാണാം സോക്കർ പൂരം. ലോകകപ്പ് വിജയികൾക്ക് ലഭിക്കുന്നത് ഒരു സ്വർണ്ണക്കപ്പാണ്. ഭൂഗോളം പ്രതീകമായ സ്വർണ്ണക്കപ്പ്. ആ കപ്പിനുമുണ്ട് ഒരു കഥ പറയാൻ. ലോകരാജ്യങ്ങൾ കൊതിക്കുന്നു ആ കപ്പ് സ്വന്തമാക്കാൻ. ഓരോ ടീമും കൊതിക്കുന്നു ആ കപ്പിൽ മുത്തം വയ്ക്കാൻ. ലോകം കൊതിക്കുന്ന ആ കപ്പിനുമുണ്ട് ഒരു കഥ പറയാൻ. ലോകകപ്പ് ഫുട്ബോൾ ആരംഭിക്കുമ്പോൾ ഇപ്പോഴത്തെ കപ്പായിരുന്നില്ല ജേതാക്കൾക്ക് നൽകിയിരുന്നത്. അന്ന് നൽകിയിരുന്നത് വിക്ടറി കപ്പാണ്. പിന്നീട് യൂൾറിമേ കപ്പ് എന്ന പേരിൽ അറിയപ്പെട്ട കപ്പ്. ലോകമഹായുദ്ധകാലത്ത് ഈ കപ്പ് ഒളിപ്പിച്ചു വെച്ചതും ഇംഗ്ലണ്ടിൽ വെച്ച് മോഷണം പോയ കപ്പ് നായ മണം പിടിച്ച് കണ്ടെത്തിയതും യൂൾറിമേ കപ്പുമായി ബന്ധപ്പെട്ട കഥകളാണ്. 83-ൽ ഈ കപ്പ് ബ്രസീലിൽ നിന്ന് മോഷണം പോയി എന്നത് വേറെ കാര്യം. അത് ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. 3 തവണ വിജയികളായ ബ്രസീൽ കപ്പ് സ്വന്തമാക്കിയപ്പോൾ 74-ലെ ലോകകപ്പിനായി പുതിയ കപ്പ് തേടേണ്ടി വന്നു. അതാണ് ഇന്ന് കാണുന്ന കപ്പിന്റെ രൂപത്തിലെത്തിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച ഡിസൈനുകളിൽ നിന്ന് ഇറ്റലിയിലെ ശില്പിയുടെ ഡിസൈൻ തിരഞ്ഞെടുക്കുകയായിരുന്നു. സിൽവിയോ ഗസാനിക ആയിരുന്നു ആ ശില്പി. ഭൂഗോളത്തെ ഉയർത്തി നിർത്തുന്ന 2 മനുഷ്യരുടെ രൂപമാണ് കപ്പിന്റെ മാതൃക. 18 കാരറ്റ് സ്വർണത്തിൽ തീർത്ത 35 സെന്റിമീറ്റർ ഉയരമുള്ള കപ്പിന്റെ തൂക്കം 5 കിലോയാണ്. കപ്പ് റഷ്യയിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഏത് രാജ്യം വിജയികളായാലും കപ്പ് സ്വന്തമായി നൽകുന്ന പ്രശ്നമില്ല. കപ്പിന്റെ സ്വർണം പൂശിയ മാതൃകാ രൂപമാണ് നൽകുക. സ്പോർട്സ് ഡെസ്ക് TCV. ലോകകപ്പ് ഫുട്ബോൾ ലഹരി തലയ്ക്ക് പിടിച്ച് നാടാകെ നെട്ടോട്ടത്തിലാണ് മാളയിലെ ലെബാംബ കൂട്ടായ്മ. ലോകകപ്പ് ഫുട്ബോൾ പ്രചരിപ്പിക്കാൻ വെറുതെ കാറിൽ സഞ്ചരിക്കുകയല്ല ഇവർ ചെയ്യുന്നത്. കാറിന് പുറത്ത് പ്രമുഖ ടീമുകളുടെ നിറങ്ങളും അടയാളങ്ങളും കോർത്തിണക്കി ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. കൂടാതെ ഇഷ്ടതാരങ്ങളുടെ ചിത്രങ്ങളും നിറങ്ങൾക്കിടയിൽ നിറച്ചിട്ടുണ്ട്. ചില്ലൊഴികെയുള്ള എല്ലാ ഭാഗങ്ങളും ലോകകപ്പിന്റെ ചിത്രങ്ങളാൽ വർണ്ണങ്ങൾ ചാർത്തിയിരിക്കുകയാണ്. ചിത്രങ്ങൾ നിറച്ച് കാർ വെറുതെ ഒരിടത്ത് ഒതുക്കിയിടാൻ ഈ കൂട്ടായ്മ ഒരുക്കമല്ല. എല്ലാ ദിവസവും എറണാകുളം, തൃശൂർ ജില്ലകളിലായി ശരാശരി 3 മണിക്കൂർ ഓട്ടമാണ്. സ്വന്തം കാര്യങ്ങൾക്കായല്ല ഈ ഓട്ടം. എല്ലാ ഈ വേൾഡ് കപ്പിന്റെ പ്രചരണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ എല്ലാ രാജ്യത്തിന്റെ കളിക്കാരും ചിഹ്നങ്ങളും എല്ലാം വെച്ചിട്ടാണ് ഈ വണ്ടി ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആരവവും ആവേശവും ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഇവർ നാടാകെ സഞ്ചരിക്കുന്നത്. ഇവർക്കായി ഒരു ഫുട്ബോൾ സെവൻസ് ടീമും സജ്ജമാണ്. കഴിഞ്ഞ ലോകകപ്പ് കാലത്തും 1 മാസത്തോളം വാഹനത്തെ ഈ രൂപത്തിലാക്കി ഇവർ ഓട്ടപ്രദക്ഷിണം നടത്തിയിരുന്നു. TCV മാള.
അർജന്റീന ടീമിനോടുള്ള ആരാധന മൂത്ത് തന്റെ ബൈക്കിന് നീലയും വെള്ളയും നിറം കൊടുത്തിരിക്കുകയാണ് കോടാലി സ്വദേശി നെല്ലിക്കവിള ബാബു. ഇത് 3ാം തവണയാണ് ബാബു തന്റെ ബൈക്കിന് ഇഷ്ട ടീമിന്റെ നിറം കൊടുക്കുന്നത്. ബൈക്കിന്റെ പെയിന്റിംഗ് കൊണ്ട് മാത്രം ബാബുവിന്റെ ഫുട്ബോൾ കമ്പം തീരുന്നില്ല. തലയിലെ മുടി പ്രത്യേക രീതിയിൽ വെട്ടി ഫുട്ബോൾ ആകൃതിയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അർജന്റീനിയൻ ജേഴ്സി അണിഞ്ഞാണ് യാത്ര. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ തീരുന്നതുവരെ ഈ രീതിയിൽ തന്നെ മുന്നോട്ടു പോകുമെന്ന് ബാബു പറഞ്ഞു. 86 മുതലാണ് മറഡോണ കപ്പ് അർജന്റീനയ്ക്ക് നേടിയ അന്ന് തൊട്ടാണ് കളി കണ്ടു തുടങ്ങിയത്. അന്ന് മുതൽ നമ്മൾ അർജന്റീന ഫാൻസാണ്. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ്. ഇപ്പോൾ 3 ടൈമായി ഇതേമാതിരി ചെയ്യുന്നത്. അർജന്റീന ഇത്തവണ കപ്പ് എടുക്കണമെന്നാണ് ആഗ്രഹം. മെസ്സിയാണ് ഇഷ്ടപ്പെട്ട കളിക്കാരൻ. അർജന്റീന കപ്പ് നേടണമെന്നാണ് ബാബുവിന്റെ ആഗ്രഹം. ലോകകപ്പ് ഫുട്ബോളിന് വരവേറ്റ് തൃശൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് അസോസിയേഷൻ 1 ലക്ഷം ഗോൾ എന്ന പേരിൽ സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരം ശ്രദ്ധേയമായി. തൃശൂർ തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിൽ വിവിധ ടീമുകളുടെ കൊടിത്തോരണങ്ങളാൽ അലങ്കരിച്ചു നടന്ന ഷൂട്ടൌട്ട് മത്സരം UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ഗോളടിച്ച് IM വിജയൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. മുൻ MLA-മാരായ TV ചന്ദ്രമോഹൻ, MP വിൻസെന്റ്, അസോസിയേഷൻ ചെയർമാൻ K അജിത് കുമാർ, സെക്രട്ടറി കല്ലൂർ ബാബു തുടങ്ങിയവർ മത്സരത്തിന് നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ തൃശൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ലോകകപ്പ് ഫുട്ബോൾ വിളംബര ഘോഷയാത്ര നടത്തി. CMS സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര സ്വരാജ് റൗണ്ട് ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ഇടവേള. വാർത്തയിലേക്ക് വീണ്ടും. ചക്ക കേരളത്തിന്റെ ഔദ്യോഗിക ഫലമാക്കിയതൊന്നും നടത്തറ കുട്ടനല്ലൂർ മേഖലയുള്ളവർക്ക് വിഷയമല്ല. റോഡരികിൽ ഇടതുറന്നു നിൽക്കുന്ന പ്ലാവിൽ തൂങ്ങി നിൽക്കുന്ന അപകടമാണ് ഇവർക്ക് ചക്ക. തലയ്ക്ക് മീതെ തൂങ്ങിയാടുന്ന സോഫോക്ലീസിന്റെ വാൾ എന്ന കടുകട്ടി പ്രയോഗം കൊണ്ട് ഈ ഭീഷണിയെ അടയാളപ്പെടുത്തിയാലും തെറ്റില്ല. കാരണം കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും ഒരുപോലെ ഭീതി സമ്മാനിക്കുന്നുണ്ട് ഈ തൂങ്ങി നിൽക്കുന്ന ഔദ്യോഗിക ഫലം. കഴിഞ്ഞ ദിവസം ഈ റൂട്ടിലൂടെ കടന്നുപോയ KSRTC ലോ ഫ്ലോർ ബസിന്റെ ചില്ല് തകർത്തതും റൂട്ട് മുടക്കിയതും ഒരു ചക്കയായിരുന്നു. കാലങ്ങളായി ഈ മേഖലയിൽ ചക്ക അപകട ഭീതിയായി മാറിയിട്ട് മഴക്കാലമായതോടെ പ്രത്യേകിച്ചു. PWD റോഡായതിനാൽ കോർപ്പറേഷനും ഇക്കാര്യത്തിൽ കാര്യമായി ഇടപെടാറില്ല. നടത്തറ നെല്ലിക്കുന്ന് റോഡിലും കുട്ടനല്ലൂർ റോഡിലുമാണ് ചക്ക യാത്രക്കാർക്ക് പേടി സ്വപ്നമായി മാറുന്നത്. ഭയങ്കര ഡേഞ്ചർ. അവിടെ പിടിച്ച ഇതാണത്. ആൾക്കാർ വന്ന് നടന്നു പോകുമ്പോഴും വണ്ടികളിൽ പോകുമ്പോഴും ചിലപ്പോൾ ബൈക്കിന് മുകളിലേക്ക് വീണ, അന്ന് ബസ്സിൻ്റെ മുകളിൽ വീണ തെറിച്ച് അതിന് ശേഷം ഒരാൾ നടന്നു പോയി. ഒരു 2 മിനിറ്റ് വൈകിയാണ് ആളുടെ തലയിൽ വീണന്. ബസ് പോകുമായിരുന്നു, ബസ്സിൻ്റെ മുകളിലേക്ക് വീണ്, മുകളിൽ നിന്ന് തെറിച്ചിട്ട് താഴെ വീണ് അതിൻ്റെ ചില്ല് പൊട്ടി. നടന്നു പോകുമ്പോഴും ബൈക്കുമ്പോൾ പോകുമ്പോഴൊക്കെ ചില്ലൊക്കെ വീഴുന്നുണ്ട്. ചിലപ്പോൾ ബസ് പോയി കഴിഞ്ഞിട്ടായിരിക്കും ചില്ല് ഒടിഞ്ഞ് വീണത്, ചക്ക വീണത്. റോഡരികിലെ ചക്ക കരാർ കൊടുത്താൽ വളരെ എളുപ്പം പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂവെങ്കിലും പൂച്ചയ്ക്കാര് മണികെട്ടുമെന്നതാണ് ചോദ്യം. കായ്ഫലം ഏറെയുള്ള ഈ പ്ലാവുകൾ യാത്രക്കാർക്ക് തണലാണെന്ന കാര്യം വിസ്മരിച്ചുകൊണ്ടല്ല നാട്ടുകാരുടെ പരാതി. ചക്കയെ ഒന്നടങ്കം ദയാവധത്തിന് വിധേയമാക്കണമെന്ന അഭിപ്രായവും ഇവർക്കില്ല. പക്ഷേ പഴുത്ത് ചീഞ്ഞ് വഴിയിലൂടെ കടന്നുപോകുന്നവരുടെ തലയിൽ ചക്ക വീഴുന്ന കാര്യം മാത്രമാണ് ഇവരുടെ ആശങ്ക. ചക്ക മാഹാത്മ്യത്തെക്കുറിച്ച് സംസ്ഥാനം ഔദ്യോഗികമായി ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഈ മേഖലയിലെ ചക്ക ഭീഷണി ഒഴിവാക്കുന്നതിനായി അധികൃതർ മുൻകൈയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് TCV. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലെ ജലനിരപ്പും ഉയർന്നു. ഇതോടെ സഞ്ചാരികളുടെ ക്രമാതീതമായ ഒഴുക്കാണ് അതിരപ്പള്ളിയിലേക്ക്. വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത കണ്ടാസ്വദിക്കാനും ക്യാമറയിൽ പകർത്താനുമായി ദിവസേന ദൂരദിക്കിൽ നിന്ന് പോലും നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. അതിരപ്പള്ളിക്ക് പുറമെ ചാർപ്പയിലും വെള്ളത്തിന്റെ കുത്തൊഴുക്ക് വർദ്ധിച്ചതോടെ സഞ്ചാരികളുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി ഇവിടെ മാറിക്കഴിഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTAയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകർ കോർപ്പറേഷന് മുന്നിൽ ധർണ നടത്തി. സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുടെയും റിസോഴ്സ് അധ്യാപകരുടെയും വേതനം വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക, സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നൽകുന്ന എല്ലാ ഫണ്ടുകളും എയ്ഡഡ് സ്കൂളുകൾക്ക് കൂടി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. CPM ജില്ലാ കമ്മിറ്റി അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. KSTA ജില്ലാ പ്രസിഡന്റ് PI മുസാഫ് അധ്യക്ഷനായിരുന്നു.
വാണിജ്യം. സാമ്പത്തിക രംഗത്ത് 23 വർഷത്തെ പാരമ്പര്യമുള്ള JMJ ഫിനാൻസിന്റെ നവീകരിച്ച കാഞ്ഞാണി ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞാണി സെന്ററിൽ പള്ളിക്കുന്നത്ത് ടവറിൽ ആരംഭിച്ച നവീകരിച്ച ബ്രാഞ്ച് ഫാദർ ഷാജു ചിറേത്ത്, കമ്പനി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോജു MJ, ഡയറക്ടർമാരായ TD ഷാജി, റോയ് നെല്ലായിപ്പറമ്പിൽ, ജനറൽ മാനേജർ ചാക്കോച്ചൻ പള്ളിക്കുന്നത്ത്, ഇസാക്ക് പള്ളിക്കുന്നത്ത് എന്നിവർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ആദ്യ നിക്ഷേപം PK രാമനുണ്ണിയിൽ നിന്നും MD ജോജു MJ സ്വീകരിച്ചു. ദിവസതവണ വ്യവസ്ഥയിൽ ബിസിനസ് ലോൺ, പ്രോപ്പർട്ടി ലോൺ, ഗോൾഡ് ലോൺ എന്നിവ JMJ ഫിനാൻസിൽ ലഭ്യമാണ്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശയും സുരക്ഷിതത്വവും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. മണി ട്രാൻസ്ഫർ, ഇൻഷുറൻസ്, പാൻ കാർഡ് തുടങ്ങിയ സേവനങ്ങളുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 81 11 83 77 55. ഇരുചക്ര വാഹന രംഗത്തെ പ്രശസ്തരായ ഇന്റൽ സുസുക്കിയുടെ 10ാമത് ബ്രാഞ്ച് മണ്ണുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഡെപ്യൂട്ടി മേയർ ബീന മുരളി വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്റൽ കോർപ്പറേഷൻ ചെയർമാൻ G മോഹൻ ഭദ്രദീപം തെളിയിച്ചു. ആദ്യ വിൽപ്പനയുടെ താക്കോൽദാനവും അദ്ദേഹം നിർവഹിച്ചു. AGM ജിജിൽ ചന്ദ്രൻ, കൗൺസിലർ CV പോളി, കൗൺസിലർ സതീഷ് ചന്ദ്രൻ, സുസുക്കി ഏരിയ സെയിൽസ് മാനേജർ പൂർണേന്ദു ബാഗ്ജി എന്നിവർ സംസാരിച്ചു. പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യത്തെ 50 കസ്റ്റമേഴ്സിന് ഫ്രീ ഇൻഷുറൻസ് അടക്കം ആകർഷകങ്ങളായ സമ്മാനങ്ങളും നൽകുമെന്ന് ചെയർമാൻ മോഹനൻ അറിയിച്ചു. ഇതോടൊപ്പം സർക്കാർ ജീവനക്കാർ, തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ജീവനക്കാർ എന്നിവർക്ക് 3000 രൂപ വരെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് CP വർഗീസിന്റെ കാരിക്കേച്ചർ ഡ്രോയിങ് ഉണ്ടായിരുന്നു. തുടർന്ന് നടന്ന റോഡ് ഷോ പൂർണേന്ദു ബാഗ്ജി ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂടുതൽ വിവരങ്ങൾക്ക് 7593800042 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ വീണ്ടും. ലൈഫ് മിഷൻ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തൃശൂർ ജില്ല 3ാം സ്ഥാനത്ത്. ആദ്യഘട്ടത്തിൽ 2578 വീടുകൾ പൂർത്തീകരിച്ചു. SN പുരത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട വീട്ടമ്മമാർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കുടിവെള്ളം എത്തിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് വീട്ടമ്മമാർ. പൂവൻചിറ കാരക്കുഴിയിൽ വെള്ളക്കെട്ട് തീർക്കാൻ നിർമ്മിച്ച പാലം നോക്കുകുത്തിയായി. പാലത്തിനോടനുബന്ധിച്ചുള്ള റോഡ് നിർമ്മിക്കാത്തതാണ് യാത്രക്കാർക്ക് ദുരിതമായത്. തൃശൂർ നഗരത്തിലെ കാനകളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ നിലയിൽ. കനത്ത മഴയിൽ തൃശൂർ നഗരത്തിലൂടെയുള്ള യാത്ര ദുരിതമാകും. കാണിപ്പയ്യൂരിൽ കഞ്ചാവ് പാക്കിംഗ് കേന്ദ്രത്തിൽ റെയ്ഡ്, 3 പേർ പിടിയിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.